ഇല്ലല്ലോ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാ കഴിയില്ലെനിക്കോ പ്രിയനേ എന്നേശുനാഥ. പിരിയാ കഴിയില്ലെനിക്കോ പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവെ പകൽക്കാലം നമ്മൾ എല്ലാവരും സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്ന ഒരു ദൈവവചനത്തിൽ നിന്ന് തന്നെ വീണ്ടും അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എല്ലാവർക്കും എന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിധവയുടെ കാര്യത്തെക്കുറിച്ച്, അതായത് രാജാക്കന്മാർ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ താഴോട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. വിധവയായ സ്ത്രീയും അവളുടെ കടഭാരവും അവളുടെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്ന ആ ഒരു വേദഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വീണ്ടും കർത്താവ് തന്ന ഒരു വെളിപ്പാടുകൂടി പകൽക്കാലം ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതിന് അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. സ്തോത്രം. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. സ്തോത്രം. ശരിക്കും പറഞ്ഞാല് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി അവൾ ഫിനാൻഷ്യലി വളരെ കടത്തിലാണ്, ഭർത്താവില്ല, ഒരുപാട് നിരാശയുടെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കാൻ ചെന്ന് പ്രവാചകനോടൊരു വഴി ചോദിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം വീണ്ടും പോയിട്ട് കടം വാങ്ങുക. നീ പോയിട്ട് വെറും പാത്രങ്ങൾ നിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നും, അല്ലെങ്കിൽ നിനക്കറിയാവുന്ന നിനക്ക് ബന്ധമുള്ള ആളുകളുടെ ഇടയ്ക്ക് നിന്ന്, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. നീ പോയിട്ട് വെറും പാത്രങ്ങൾ കടം വാങ്ങുക, നിന്റെ അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ കടം വാങ്ങുക. ഒപ്പം തന്നെ ഒരു കാര്യം പറയുന്നു, പാത്രങ്ങൾ കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാല് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണ്ടും ഒരു ഫൈനാൻസ് ചോദിക്കാനല്ല, അല്ലെങ്കിൽ പൈസ ചോദിക്കാനല്ല അവളെ വിടുന്നത്. മറിച്ച് അവളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, പാത്രങ്ങൾ വാങ്ങുക. സ്തോത്രം. എംപ്റ്റി ആയിട്ടുള്ള വെസൽസ് വാങ്ങുക, വെറും പാത്രങ്ങളെ വാങ്ങുക. അത് അവളെ കൊണ്ടാവുന്നത്രയും വാങ്ങുക, കുറവായിരിക്കുക. ആശ്രയിക്കാൻ എത്രത്തോളം നമുക്ക് വാങ്ങാൻ പറ്റുമോ അത്രത്തോളം പാത്രങ്ങൾ വാങ്ങാനായിട്ട് അവിടെ പറയുന്നത്. ഇവിടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം തരുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ടെറിട്ടറി, അല്ലെങ്കിൽ നമ്മുടെ ആ ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയോൺമെന്റ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം
പ്രവർത്തിക്കുന്നത്. എത്രത്തോളം നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, വിശാലമാക്കാൻ പറ്റുമോ, അത്രത്തോളം ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെടും. സത്യം പറഞ്ഞാൽ ഇത് ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രവാചകനിലൂടെ കൊടുത്ത ഒരു ഫെയ്ത്തിന്റെ അസൈൻമെന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു അസൈൻമെന്റാണ് ദൈവം കൊടുത്തിട്ട്. പല പരീക്ഷകൾക്ക് മുമ്പ് നമ്മളൊക്കെ കുഞ്ഞുങ്ങൾ അല്ലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്ക് ഒരുപാട് അസൈൻമെന്റ് എഴുതും നമ്മളല്ലേ, സബ്മിറ്റ് ചെയ്യാൻ പറയും. സ്തോത്രം. അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ബിഫോർ ദ എക്സാം ഒരു പർപ്പസ് ഉണ്ട്. അതിനെന്ന് പറയുന്ന പോലെ ഇവളെ ആ ഒരു ദൈവ പ്രവൃത്തിയിലോട്ട് നടത്തുന്നതിന് മുൻപ് ദൈവം കൊടുക്കുന്ന ഒരു അസൈൻമെന്റ്, ഫെയ്ത്ത് അസൈൻമെന്റ്. അത് ചെയ്താൽ മാത്രമേ അവർക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കാലെടുത്ത് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് ഇതുപോലെയുള്ള ചില ഫെയ്ത്ത് അസൈൻമെന്റുകൾ നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവം അനുവദിക്കാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. അതായത് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് കണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ടെസ്റ്റിലോട്ട്, അല്ലെങ്കിൽ ആ ദൈവം വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്ങിലോട്ട്, പക്ഷെ ആ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കാം അതിലോട്ട് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഫെയ്ത്ത് അസൈൻമെന്റ് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് എടുക്കുക, അതിന് നമ്മൾ ചെയ്യുക. സ്തോത്രം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ. അല്ലാതെ അയ്യോ കടത്തിന് മേലെ കടം വന്നല്ലോ കർത്താവേ, അല്ലെങ്കിൽ പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ഇതൊക്കെ നമ്മൾ പറയുമല്ലോ, പഴഞ്ചൊല്ലുകളൊക്കെ ഒന്നും ഇപ്പൊ മനസ്സിലോട്ട് വരുന്നില്ല. പക്ഷെ അത് അങ്ങനെ എടുക്കാതെ ഇത് ദൈവം തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുമ്പോൾ, അതിന് നമ്മൾ സ്തോത്രം പറയാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുക്കാൻ നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, കർത്താവോടെ കൂടെ എന്ന് പ്രവർത്തിക്കും. നമ്മളുടെ ചിന്തയ്ക്ക് അപ്പുറമായിട്ടുള്ള ദൈവിക അനുഗ്രഹത്തിലോട്ട് ദൈവം നമ്മൾ കൊണ്ടുപോകും. ഇവിടെ നോക്കിക്കേ, ഒരാളുടെ അടുത്ത് പോയി ഒരു പൈസ പോട്ടെ, മറ്റൊരു കാര്യമാണെങ്കിൽ പോലും കടം ചോദിക്കാന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഇവളോട് പറഞ്ഞത് പാത്രങ്ങൾ വാങ്ങാനാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അയൽവക്കത്താണെങ്കിലും പോയി നമുക്ക് ഒരു പാത്രം ചോദിക്കുന്നത്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബന്ധം വേണം അവിടെ, അല്ലേ? നമുക്കൊരു ബന്ധമില്ലാത്ത ഒരാളുടെ അടുത്തോട്ട് ചെന്നിട്ട് നമ്മൾ പോയിട്ട് കാര്യം ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ അന്യനായിട്ട് നമ്മളെ സഹായിക്കത്തില്ല. അപ്പൊ ഇവിടെയാണ് ബന്ധങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവളെ തന്നെ ഹംബിൾ ചെയ്യണം, അവളെ തന്നെ എന്താ പറയാ, താഴ്മയുടെ അനുഭവത്തിലോട്ട് കൊണ്ടുവരാനാണ് ദൈവം അവളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രൈഡ് അവളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറിപ്പോകും. നമ്മളൊരാളത്തൊരു കടം ചോദിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രൈഡോടെ ചെയ്യാൻ പറ്റത്തില്ല, സത്യമല്ലേ? ഒരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും മറ്റൊരാളുടെ ഹെൽപ്പ് നേടണമെങ്കിൽ നമ്മളായിരിക്കുന്ന ഉയർന്നിരിക്കും ഞാനെന്ന പല ഭാവങ്ങളെ നമുക്ക് സപ്രസ് ചെയ്യാൻ, നമുക്കത് മാറ്റി നിർത്തേണ്ടി വരും. എന്നാലേ ഒരാളോട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ അവൾ പാത്രമാണെങ്കിൽ പോലും അടുത്ത അയൽവക്കത്തെ ഭവനങ്ങളിൽ പോയി ചോദിക്കണമെങ്കിൽ അവൾക്ക് അവളെ തന്നെ ഹംബിൾ ചെയ്യേണ്ടത് ആവശ്യം. അവളുടെ പ്രൈഡിനെ അവൾ അവിടെ മരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് ഇത് അവളുടെ ആവശ്യമാണ്. അവർ മറ്റുള്ളവർ കനിഞ്ഞാലേ അവൾക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ഒരു പക്ഷെ നമ്മുടെ അയൽവക്ക ഭവനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള ബന്ധങ്ങളായിരിക്കാം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയത്തില്ല നാളെ ആർക്കൊക്കെയാ ആവശ്യമായി വരുന്നത് എന്നുള്ളത്. സ്തോത്രം. കാരണം നമ്മൾ സോഷ്യൽ ബീയിങ് ആകുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരാം. നമ്മളുടെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആയിരിക്കാം, നമ്മുടെ ചുറ്റും നമ്മുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, ഒക്കെ നമുക്കറിയത്തില്ല. സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പുതുക്കാനുണ്ടെങ്കിൽ സ്തോത്രം. എല്ലാം പുതുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ചില ബന്ധങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ട, ചിലത് നമ്മൾ ക്ലോസ് സർക്കിളിൽ വെക്കേണ്ടതുണ്ട്. എന്നാൽ പോലും എവിടെയെങ്കിലുമൊക്കെ പുതുക്കാനുണ്ടെങ്കിൽ, അവിടേക്ക് ചില ദൈവപ്രവൃത്തികൾ അവരിലൂടെയൊക്കെ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം. കാരണം ഞാനിവിടെ ചിന്തിക്കുക, ഈ അയൽവക്കാരൊന്നും സഹകരിച്ചില്ലെങ്കിൽ ഇത്രയും വലിയൊരു അനുഗ്രഹത്തിലോട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ മറ്റൊരാൾ നമ്മളുടെ ഒരു പ്രൈഡ് മൂലം നമുക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ അവരറിയാതെ തടസ്സപ്പെടുത്തുക ദൈവം ഇടയാക്കാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവിദോസുകൾ നമുക്കത് വെളിപ്പെടുത്തി തരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നോക്കിക്കേ, ഇവളോട് പറയുക, സ്തോത്രം, നീ പോയിട്ട് വെസൽസ് എല്ലാം കണക്ട് ചെയ്യുക. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വെസൽസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളായി മാറാം. സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാൽ പാസ്റ്റേഴ്സായി മാറാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് മാറാം, ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് മാറാം. നമ്മളുടെ അനുഗ്രഹത്തിന്റെ ടെറിട്ടറി, നമ്മുടെ അനുഗ്രഹത്തെ വിശാലത്തിലോട്ട് കൊണ്ടുപോകുന്ന ബന്ധങ്ങളെ, കർത്താവിദോസങ്ങളെ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കുക.
അല്ലാത്ത ബന്ധങ്ങളെ കർത്താവ് മുറിച്ചുകേട്ട് അപ്പോൾ തന്നെ നമ്മളെ വിശാലതയിലോട്ട് കൊണ്ടുപോകുന്ന, അനുഗ്രഹത്തിലോട്ട് കൊണ്ടുപോകുന്ന ദൈവ പ്രവൃത്തിയിലോട്ട്, ഫെയ്ത്ത് അസൈൻമെന്റിന് അനുകൂലമാക്കുന്ന ഘടകങ്ങളാവുന്ന ബന്ധങ്ങളെ കർത്താവ് കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ദിവസലാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇവിടെ പറയാ, എലീശ പറഞ്ഞ, നീ പാത്രങ്ങളെ ശേഖരിക്കുക, അതൊട്ടും കുറവായിരിക്കരുത്, ഒട്ടും കുറവായിരിക്കരുത്. അതായത് ഇതാണ് നമ്മുടെ കടമയാണ്. നമ്മുടെ അനുഗ്രഹത്തിന്റെ പരമ്പുകളെ സത്യത്തിൽ നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാവില് 54-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ, തടുത്ത് കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളെ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഒരു പ്രവചനത്തിലൂടെ കർത്താവ് പറയുമ്പോൾ സ്തോത്രം, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മുടെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, ഹല്ലേലൂയ. നിന്റെ നിവാസങ്ങളെ തിരശീലകളെ നിവർക്കുക, തടുത്ത് കളയരുത്, തടുത്ത് കളയരുത്. സ്തോത്രം. കയറുകളെ നീട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക. സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ ഇരിക്കരുത്. നമ്മൾ എന്താ പറയാ, വലുതായിട്ട് ചിന്തിക്കുക. വലുതായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് വലുതായിട്ട് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. വലിയ രീതിയിൽ അനുഗ്രഹത്തെ, പത്രോസിനോട് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. പത്രോസ് മീനെല്ലാം കയ്യിൽ നിന്ന് ചിന്തിച്ച കാര്യം തന്നെയാണ്. ഒന്നും ലഭിക്കാതെ നിരാശപ്പെട്ട് പടകൊക്കെയും കരക്കേറ്റി പോകാൻ വന്നപ്പോഴേക്കും കർത്താവ് കയറിയിട്ട് വന്നപ്പോ, പത്രോസെ ആഴത്തിലോട്ട് എനിക്ക് വലയിറക്കുക. അവിടെ ഒരു എക്സ്പാൻഷന് വേണ്ടി പത്രോസ് എടുക്കേണ്ട ചില സ്റ്റെപ്പുകളെ കുറിച്ച് കർത്താവ് സംസാരിച്ചത്. ആഴത്തിലോട്ട് കുറച്ചുകൂടി അവൻ ഇറങ്ങേണ്ടത് ആവശ്യമായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ലൈഫിലൊക്കെയും നമ്മൾ ചില ആഴങ്ങളിലോട്ട് പിന്നെയും കടന്നു പോകണം. അതൊരിക്കലും നമ്മളെ തകർത്ത് കളയാനോ നമുക്ക് ഇല്ലായ്മ വരുത്താനോ അല്ല, മറിച്ച് എക്സ്പാൻഷന് വേണ്ടിയിട്ട്, വിശാലതയ്ക്ക് വേണ്ടിയിട്ട് ചില ആഴങ്ങളിലോട്ട് കർത്താവ് നമ്മെ വീണ്ടും ഇറക്കി വിടുന്നത്. ഹാലയിലെ ചിലരുടെ മുമ്പിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ട് കൈ നീട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം, അത് നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമൃദ്ധിയായിട്ട് ഈ കരങ്ങളിലൂടെ തന്നെ മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത്. പ്രൈസലോ. നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. അവളെവിടെ എത്രത്തോളം അവൾ കരം നീട്ടിയോ അത്രത്തോളം മറ്റുള്ളവർ കൊടുക്കാൻ തക്കവണ്ണം ദൈവം അവളുടെ കരങ്ങളെ വിശാലപ്പെടുത്തി, അവളുടെ ടെറിറ്ററിയെ കർത്താവ് വിശാലപ്പെടുത്തി. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനോട് പ്രാർത്ഥിക്കുക. എത്രയധികം വെസൽസ് നമ്മൾ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട്, എത്രയധികം പാത്രങ്ങളെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഒരുക്കേണ്ട പാത്രങ്ങളെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് തക്ക സമയത്ത് ബ്ലെസ്സിങ്ങുകളെ, അനുഗ്രഹങ്ങളെ നമ്മുടെ ലൈഫിൽ പ്രൊവൈഡ് ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ചില പാത്രങ്ങളെ ഒരുക്കേണ്ടത് നമ്മളാണ്. ആ ഫെയ്ത്ത് അസൈൻമെന്റ്, ദൈവം ഏൽപ്പിച്ച ഫെയ്ത്ത് അസൈൻമെന്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ ഒരുക്കട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ആത്മീയ കണ്ണുകളെ കർത്താവ് വിശാലമാക്കട്ടെ. ദൈവം പറയുന്ന പ്രോസസ്സിൽ, ദൈവം പറയുന്ന പാതയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയുടെ പൂർണ്ണ ഉത്തരവാദിത്വം, ഹല്ലേലൂയ, ഒരു ഫിലിം ഡയറക്ടർ ഫിലിമൊക്കെയും ഡയറക്റ്റ് ചെയ്യുമ്പോൾ സ്തോത്രം, അതിന്റെ ഫുൾ ഉത്തരവാദിത്വം ഡയറക്ടർക്ക് മേലുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏൽപ്പിച്ച അസൈൻമെന്റ് ഫുൾ ഉത്തരവാദിത്വം ആ ഡയറക്ടറായ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം പറയുന്ന വഴി നമുക്ക് യാത്ര ചെയ്യാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വലിയ വിശാലത, വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലും പകരട്ടെ. ഈ വചനങ്ങളാൽ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.